കെനോന്റെ R6V. കുട്ടീനെ എടുക്കാൻ പറ്റുന്നുണ്ട് പോയിട്ട് നേരത്തെ. ഉറക്കുന്നുണ്ട്. ഇപ്പൊ വണ്ടി കയറി പാട് ഓന് ഉറങ്ങും. അപ്പൊ ഇവൻ എണീക്കും. അനക്ക് തന്നെ പണിയല്ലേ. അവനെ കേൾപ്പിച്ചില്ല, ഇനി വണ്ടീനെ കേൾപ്പിക്കുക. അവനെ എടുത്ത് എനിക്ക് പണിയല്ല. അപ്പൊ എടുക്കട്ടെ. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാല് ഒന്ന് കാസർഗോഡ് പോകുന്നത്. കാസർഗോഡ് മെയിനായിട്ടൊരു സാധനം മേടിക്കാൻ നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടൊരു സാധനം തന്നെയാണ്. കുറേ കാലമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതാണ് ഒന്ന് വേണം. പക്ഷെ നമുക്ക് വലിയൊരു ടെക്നിക്കൽ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ നീട്ടിയിട്ട് കൊണ്ടുപോയത്. പിന്നെ മുതൽ നമുക്ക് ചോദിച്ച് കുമരട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതെല്ലാ കാര്യം അങ്ങനെ ആദ്യം നമുക്കൊന്നും അറിയില്ല. പിന്നെ അതിനെ പറ്റി നമ്മള് അങ്ങനെ ആവുമായിരിക്കും. അതെ അതെ ആവും. അപ്പോൾ നമ്മളൊരു ക്യാമറയാണ്. ഇനി നമ്മളില്ലേ വീഡിയോ ഇങ്ങനത്തെ ഷോർട്ട് ഫിലിമെല്ലാം പോലത്തെ കുറച്ചധികം ഈ മൂവി പോലത്തെ അങ്ങനെ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ക്യാമറ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് കാനോണിൻ്റെ ടീമിൽ നിന്ന് കേരളത്തിൽ ആദ്യത്തെ അത് ഇറങ്ങിയില്ല, ലോഞ്ച് ചെയ്തില്ല. നമ്മൾ പോകുന്നത് വാങ്ങിക്കുന്നത് ലോഞ്ച് ആകുന്നത് അങ്ങനെ ഇരിക്കുന്നു തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതെ ആദ്യമായിട്ട് ക്യാമറ കൊടുക്കുന്നതാണ് കേരളത്തിൽ നമുക്കത് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് മേടിക്കാൻ വേണ്ടി പോവാം. താജ് ഹോട്ടലിലാണ് കാസർഗോഡ്. അപ്പോൾ കുറേ ആൾക്കാരെല്ലാം ഉണ്ടാവും. നമ്മൾ പക്ഷെ നമ്മളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒന്നും അറിയില്ല, കാണാൻ പോയിട്ട്. ഓക്കെ വാ. മിന്നു ഇന്ന് അവര് പോയിട്ട് നാളെ നമുക്ക് പോവാന്ന്. ഫുഡിന് കൊടുക്കണേ. നമ്മള് സെറ്റാക്കിനെ. അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ കഴിഞ്ഞിന്. കാരണം അരക്ക് ഇപ്പൊ ഇവരെ പോലത്തെ പെണ്ണുങ്ങളെ തേച്ചും ചൂരിതറ കൊടുക്കും. സാരി ഉണ്ട്, പക്ഷെ അവര് ചൂരിതറ കൊടുക്കും. അനക്ക് അമ്മയും ഇട്ടോ ചൂരിതാറ് എന്ന് പറയാ. അയ്യോ അനക്കത് വേണ്ട, അനക്ക് വല്ലാതെ നാണക്കെടാതെ പുറത്ത് ചെയ്യുമ്പോ. അപ്പൊ ഞാൻ സാരി ഉടുക്കണ്ടോണ്ട് നേരത്തെ അമ്മ ചുരിദാർ എടുത്തിട്ടൊന്ന് ആലോചിച്ചോക്കെ. ഒരു ദിവസം ഞാൻ ഉടുത്തിട്ടില്ല പറയല. ഒരു ദിവസം ഞാൻ ഒരു നേരം എടുത്തിട്ട് ചുരിദാറല്ല, അതൊരു ടോപ്പ് അതൊരു സാധനം. അപ്പൊ നിങ്ങളെല്ലാരും പള്ളിയിലാണല്ലേ? പോയിട്ട് വരാം. കാസർഗോഡ് എത്തണം. ശരിയായിട്ടില്ല തുറന്നാ കിട്ടുന്നില്ലല്ലോ ചൂട്. കാസർഗോഡ് പോവാം നമുക്ക്. കാസർഗോഡ് കാണാം. അതെ കാസർഗോഡ് കാതർബാനെ കാണാം നമുക്ക്. ശരി ചേച്ചി. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് വിട്ട് കാസർഗോഡേക്ക് പോകുന്ന വഴിയാണ്. നമ്മളവിടെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചാ വന്നിന്. ഇവനെ കൊടുക്കാൻ വേണ്ടി നമ്മളങ്ങനെ കാസർഗോഡ് എത്തി. അപ്പൊ ഇവിടെ കടല് കണ്ടാറതാ ഇങ്ങനെ നിർത്തി. നമ്മളൊന്ന് ജസ്റ്റ് നിർത്തി. നമ്മള് പോണ്ട സ്ഥലം എത്താനായോ ചേട്ടാ? എത്താനായി 3 കിലോമീറ്റർ കൂടെ ഉള്ളു. താജ് ബേക്കൽ അവർക്ക് നമ്മളെ അറിയാട്ടോ. അവര് വണ്ടി നിർത്തിച്ച് ആദ്യം വന്ന് വണ്ടിയിട്ട് പോയി. സാറല്ല ഉള്ളു നടത്തിക്കേ. അപ്പോ അങ്ങോട്ടോ കുറെ സ്ഥലം കാണുന്നു. ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ട്. നമ്മളങ്ങനെ താജ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ എത്തിയേ. നോക്കുമ്പോ എന്താ നേരെ മുന്നിലെടുക്ക് ഫിസിക്കലി കണ്ടിട്ട് കിളിവായിട്ട് വന്നു. നല്ല രസമായിട്ടുണ്ടേ. അടിപൊളി കേട്ടാ. റൂമെല്ലാം സൈഡിലാണ് ഉള്ളത്. തായ്ലാൻഡിൽ പോയ ആ ഒരു ഇത് അല്ലേ? ഇത് നമ്മളെ നേരത്തെ കണ്ടിട്ടുണ്ട്. അതെ നമ്മളെ ഏബൽ കോട്ടയത്താണ്. ക്യാമറ സ്കാൻ ക്യാമറകൾ എല്ലാ ക്യാമറകളും അല്ലേ? എന്ത് ടൈപ്പ് ക്യാമറ ഉണ്ട്. ഏബിളിനെ വിളിച്ചാൽ ഏബിൾ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മളെ അനുവദിൻ്റെ അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അവൻ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നല്ലേ. അടിപൊളി. അപ്പോൾ ഏബിളിൻ്റെ ക്യാമറകൾക്ക് അന്വേഷിക്കട്ടെ. ഞാൻ ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാം. അതുപോലെ തന്നെ ക്യാമറ സ്കാനിന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. അതെ എല്ലാം. അപ്പോൾ ഏബിളിൻ്റെ ഒരു ഇല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ വന്നേട്ടാ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട്. പിടിക്കാൻ പോകും കൊറേ സമയം. ഇതാന്ന് പറയുന്നത് അതന്നെ നല്ല രസമായിട്ടാ കാണാൻ. ശിക്ക് ഭാവേനെടുത്ത് നടക്കുന്നുണ്ട്. ഇവിടെയാണ് കേട്ടോ ക്യാമറ നമ്മൾ മേടിക്കാൻ വന്നിട്ട്. ഇവിടെ ചെറിയൊരു ഇവൻ്റാണ്. അതെ ഇത് മറ്റേ നമ്മളെ ഈ തോണിയില്ലേ ആലപ്പുഴ പോയ ബോട്ടിലുണ്ടായിരുന്നില്ലേ ആ സാധനമായിരുന്നു. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ അപ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇടാ ബഗ്ഗിയ എന്തോ പറഞ്ഞിന്. ഇതിൻ്റെ ഉള്ളിലൂടെ ചുറ്റി നടക്കുന്നൊരു വണ്ടിയാണേ. നല്ല റെഡി ആയിട്ടുണ്ട്.
എന്നാ കവിയത്തേക്കുന്നത് നമ്മുടെ നാട്ടിലെ ലിഫ്റ്റ് കയറി അല്ല പോവാ പോവാ എവിടെ ഇരിക്കും അഡ്ജസ്റ്റ് ചെയ്യാം പോവാനേ നല്ല ഉണ്ട് കേട്ടാ ഇതെല്ലാം കൂടി മുന്നോട്ട് പോകുന്നുണ്ട് ബാക്കോട്ട് നല്ല രസമുണ്ട് ഇങ്ങോട്ടാ പോകുന്നത് ബാക്കോട്ടാ പോകുന്നേട്ടാ ഈ ഹോട്ടലുണ്ടാ ഉള്ളോട്ടില്ല യാത്ര നോക്കണം നല്ല രസമായിട്ടുണ്ടേ പക്ഷേങ്കിൽ നമ്മൾ തിരിഞ്ഞിട്ടാണ് ഉള്ളത് ഒന്നും കാണുന്നില്ല നല്ല ദൂരം നടക്കാനുണ്ട് കേട്ടാ അള്ളാന്റെ കവി ഇവിടെ സേഫാണ് ഇവനെല്ലാം സേഫാണ് ഋഷിക്കെല്ലാം സേഫാണ് ഋഷിക്ക് പിടിക്കണ പോനെ ഉള്ളൂട്ടിയാ പോന്നേട്ടാ കൊതുക് പറയുമ്പോല്ലേ കൊതുക് എന്ത് പറഞ്ഞു വരുന്ന നോക്ക് കൊതുക് ഇവിടെ എന്ത് വലിയ കൊതുക് അമ്മൂ എൻ്റെ മോനെ കുടികളൊക്കെയല്ലേ ഇത് കൊതുക് അടിച്ചാലും പിടിപെടുന്നെത്തിക്കാൻ ഇവിടെ എൻ്റെ മോനെ ഇതോടെ സ്ഥലത്ത് നമ്മള് കടലാട്ടാടാ ബീച്ചാട്ടാ ഇതെന്താണിത് മുന്നോട്ട് വന്നിട്ട് ബാക്കോട്ട് എടാ കടൽ ഇതൊക്കെ ബീച്ചിൽ നമ്മൾ എത്തുവാട്ടാ ഓ ഇവിടെ നമ്മളെ പരിപാടി കേട്ടാ എന്താ എല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മളെ പരിപാടി ഫോട്ടോഷൂട്ടും പരിപാടിയാണ് ക്യാമറ എൻ്റെ പരിപാടികൾ നമ്മൾ ഋഷിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങാം അയ്യോ നമ്മളെ ബാഗ് ഉണ്ടല്ലോ ഹായ് ഹലോ നമ്മളെ വിനോദ് ബ്രോ തിരുവനന്തപുരത്തല്ലേ ട്രിവാൻഡ്രാണ് അടിപൊളി ചെക്കനാണ് സൂപ്പറാണ് അടുത്തന്നെ നമ്മളൊരു ദിവസം വീട്ടിലെന്തായാലും കാണാം നമുക്ക് ഒരുമിച്ചിട്ടല്ലേ വീട്ടിലേക്ക് വരുന്ന പറഞ്ഞു വരണേ വരാം മാർക്കറ്റിങ്ങിന്റെ ബ്രോ അനിൽ ബ്രോ നമ്മളെ ആപ്പില് നമുക്ക് കാണിച്ചില്ല ക്യാമറ അതാ നമ്മളെ രാജീവ് ബ്രോ എവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ചേട്ടാ കൊച്ചിയിൽ തന്നെയാണ് കൊച്ചിയിൽ എവിടെ കൊച്ചിയിൽ ഞാൻ താമസിക്കുന്നത് ചലിക്കോട്ടം അപ്പോൾ കെനോണിൻ്റെ ഞാൻ സെയിൽസ് മാനേജറാണ് കേരള ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാണ് എല്ലാം മാനേജ് ക്യാമറ സംബന്ധമായിട്ടുള്ള പരിപാടിയെല്ലാം കെനോണിൻ്റെ കേരള ഇത് ചെയ്യുന്നതാണ് ഇവിടെ കെനോണിൻ്റെ ഇതൊക്കെയുണ്ട് വെച്ചിട്ട് പറയടാ ക്യാബിലെ ഇതേതാ പുതിയ ക്യാമറ ഇതാണ് നിങ്ങളുടെ പുതിയ ക്യാമറ സർപ്രൈസ് അല്ലേ ഇതൊരു പൊളിച്ചിട്ടില്ലല്ലോ ഇല്ല പൊളിച്ചില്ല എന്തായാലും ഇപ്പം പൊളിയല്ലോ എന്തായാലും പേര് പറഞ്ഞോ നീ ക്യാനോണിന്റെ R6V ആണ് അപ്പം ഇത് ഫസ്റ്റ് സെയിലാണ് കേരളത്തിൽ ഫസ്റ്റ് യെസ് ബിചേട്ടൻ തന്നെയാണ് ഫസ്റ്റ് സെയിൽ ആദ്യമായിട്ട് ക്യാമറ വരുന്ന കേട്ടോ കേരളത്തിൽ അപ്പോൾ എന്തായാലും ഞാൻ ഈ ക്യാമറ കൊണ്ടുപോയിട്ട് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളിൽ ഇടും ക്യാമറ വാങ്ങുന്നവർക്കെല്ലാം തീർച്ചയായിട്ടും ഞാൻ അടുത്ത് തന്നെ അതും ചെയ്യാം അതിൻ്റെ കൂടെ ഈ ക്യാമറ കാണിക്കലും അൺബോക്സ് എല്ലാം ചെയ്യാം കേട്ടോ ആരെങ്കിലും പുതിയ ക്യാമറ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണിക്കുകയും ചെയ്യാം ഹായ് ബ്രോ ഹായ് അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ അധികം സമയം കളയണ്ട വന്നപാടായതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുത്തതാണ് എല്ലാവരും ഇത് കാണിക്കാമല്ലോ ഇനി നിങ്ങളെ പരിപാടി എടുക്കട്ടെ ഞാൻ ഇത് ഓഫാക്കാം ഓക്കെ കെനോണിൻ്റെ R6V R6V ക്യാമറ അങ്ങനെ നമ്മൾ എടുത്തു ഇത് കേരളത്തിൽ ഫസ്റ്റ് ഇന്ന് ലോഞ്ചാണ് ഈ ക്യാമറേൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്യാമറ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ സാധിച്ചാൽ നിങ്ങളെല്ലാവരും നമ്മൾ കൂടെ നിന്നുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു സ്ഥലത്ത് വരാനും അതുപോലെ തന്നെ ഇതൊക്കെല്ലാം അങ്ങനെ ഇതെല്ലാം വാങ്ങിക്കാനും എല്ലാവരും ഇതുണ്ടായത് കുറേ കാലത്തെ ആഗ്രഹം കേട്ടോ എൻ്റെ കയ്യിലൊരു ഫോൺ മാത്രം വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഒന്നാമത് പറഞ്ഞാൽ എനിക്ക് ക്യാമറ ഉപയോഗിക്കാനുള്ള ആ ഒരു ഇതൊന്നും എനിക്ക് അത്ര അറിയില്ല പരിചയമില്ല അതുകൊണ്ടാണ് ഇത്രയും കാലം ക്യാമറ ഞാൻ വാങ്ങിക്കാൻ പക്ഷേ ഇപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിം പോലത്തെ വീഡിയോയിൽ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്ലാരിറ്റിയിലും ഭംഗിയിലും കാണിക്കേണ്ട ക്യാമറ എന്തായാലും അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു അപ്പോൾ തന്നെ ഈ ക്യാമറ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഈ വ്ളോഗെല്ലാം എടുക്കുന്നവർക്ക് ഏബിലെല്ലാം പറഞ്ഞു തന്നു ഇവരെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ വീഡിയോ കൊണ്ടെല്ലാം പറഞ്ഞു തന്നല്ലോ ഒന്നും കൂടി പറയാം ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വ്ളോഗും അതുപോലെ തന്നെ ഷോർട്സും റീൽസെല്ലാം ഒരുമിച്ച് എടുക്കാൻ പറ്റും അതായത് ഹൊറിസോണ്ടലായിട്ടും വേർട്ടിക്കലായിട്ടും നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോ ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരുപാട് സമയം ക്യാമറ വെച്ചിട്ട് വീഡിയോ ലോങ് ടൈമായിട്ട് എടുക്കാൻ പറ്റും ഇതിന് ഫാനും കാര്യമെല്ലാം കൂളിംഗ് സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കളർ സെൻസ് നല്ല കണ്ണുകൊണ്ട് കാണുന്ന പോലത്തെ വ്യൂ ആണ് കെനോണിൻ്റെ ക്യാമറാസ് അപ്പോൾ വേറെ എല്ലാ ക്യാമറസും നല്ല തന്നെ അപ്പോൾ അതിൻ്റെ ഒരു എനിക്കത് ഒരു കളർ ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ അതും അതിൻ്റെ അകത്തുണ്ട് അതുപോലെ കുറേ ഫീച്ചേഴ്സുകൾ ഉണ്ട് കേട്ടോ പുതിയ കെനോണിൻ്റെ ഈ R6V ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇതാണ് അപ്പോൾ എന്തായാലും നാട്ടിൽ പോയി നമുക്കിത് തുറന്നിട്ട് കാണിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇനി വീഡിയോയിൽ വരും അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം
എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു ബോക്സ് അൺബോക്സിങ് സമയത്ത് കാണിക്കാം. എനിക്കിത് ഉപയോഗിക്കാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിത് നാട്ടിൽ നിന്ന് ആരോടും പറഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റാക്കണം. ഇതിൻ്റെ കളറും കാര്യമൊന്നും ഒരിക്കൽ സെറ്റാക്കി തന്നെ എനിക്ക് വീഡിയോ ഞെക്കുമല്ലോ വേണ്ടു. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇത് പഠിക്കണമെങ്കിൽ കുറച്ച് ദിവസം എന്തായാലും എടുക്കും നമ്മൾ. ഇതിപ്പോൾ 2 ക്യാമറ ഇത് ലെൻസ് മേടിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ നിന്ന് നമ്മളെ ദീപു ബ്രോ പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ 2 ക്യാമറ ഇത് എടുത്തേട്ടോ. 50 mm ഒരു ഇതും അതുപോലെ തന്നെ 35 mm ഇതും. അപ്പോൾ ഇതാട്ടോ ഇവിടെ പരിപാടിയെല്ലാം ഇങ്ങനെ ഉണ്ടായത് കേട്ടോ. കഴിഞ്ഞു നമ്മളെ ക്യാമറയിലെല്ലാം എന്താ നമ്മളെ കാസർഗോഡ് നിന്നുള്ള നമ്മൾ എടുത്തു തന്നിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞു. നമ്മളിപ്പുറം നോക്കുമ്പോഴേ എൻ്റെ മോനെ അടിപൊളിയായിട്ടുള്ള വ്യൂ എന്താ കടൽ തന്നെ. പിന്നെ ഒന്ന് കൽക്കര കൂടി പോകാമെന്ന് വിചാരിച്ചു. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് പറഞ്ഞത്. അമ്മ വിചാരിച്ച പോലെ തന്നെ ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഷൂട്ടിംഗ് കൂടി ഉണ്ട്. കണ്ടേരാ കൗതുകത്തിൽ നിന്ന് ഓടി വന്നെയാണ്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ തിരിച്ചിട്ട് ഹോട്ടലിലേക്ക് വന്ന്. അപ്പോൾ ഇവരുടെ ഡിന്നറും കൂടി ഉണ്ട് പറഞ്ഞേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം ഇരുന്ന് എല്ലാവരും കൂടി വിഷയം പറഞ്ഞു. ഒരാൾ ഫുഡ് കഴിച്ചിട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആണോ കുറേ സമയം ഇരുന്നിട്ടില്ലേ പോകുമ്പോൾ ഒരു എന്തോ ഒരു പോലെയാണ്. അതെ, ഒരു വീട്ടിലുള്ള ആളെ പോലെ ആയിട്ട് നമുക്ക് പോകുമ്പോ ഒരു സാറില്ല വീട്ടിലേക്ക് വരുമല്ലോ. തെയ്യത്തിന് ഞങ്ങൾ കിടിലെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതായിരിക്കും. അതെ അതെ. കെനോണിന്റെ എന്തെങ്കിലും ക്യാമറാസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറും കാര്യങ്ങളെല്ലാം കൊടുക്കാം ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും ഓരോ ഭാഗത്താണ്. കൊച്ചി, മംഗലാപുരം, ബാംഗ്ലൂര്, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ. അപ്പോൾ നമുക്കിനി ഇവരെടുത്ത് യാത്ര പറഞ്ഞ് നേരെ വേറൊരു സ്ഥലത്തേക്ക്, കാസർഗോഡ് വേറൊരു സ്ഥലത്തേക്ക് പോവാം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. കെൻസ് കാഞ്ഞങ്ങാട്. ഒന്നുകൂടി പറ എനിക്ക് പേര്. കാഞ്ഞങ്ങാട് ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണൽ. ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണൽ. അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കെൻസ് റെസ്റ്റോറന്റ്, കുനാഫ, കഫേ. നമ്മൾ ഇവിടെ വന്നിട്ട് കുനാഫ കഴിക്കുന്ന വീഡിയോ. കുനാഫ അത് അടിപൊളിയാണ് കേട്ടോ. അത് ഭയങ്കര സംഭവം. ഫുള്ള് തലേന്നേ വന്നിട്ട് നമ്മളെ പിറ്റേന്ന് ഉച്ചക്ക പോയി ഇടുന്ന് എല്ലാവരും കൂടെ വന്ന് ഹെൽപ്പാക്കി. അതിന് ശേഷം ജോലിക്ക് വന്നിട്ട് അന്നേരം കൂടെ വന്ന്. എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം പോകുന്നത്? അൽഹംദുലില്ലാഹ്, ഗോയിങ് വെൽ. ഹാപ്പി ടു ഹാവ് യു ബാക്ക്. തീർച്ചയായും നമുക്ക് സന്തോഷം. വീണ്ടും കണ്ടിരിക്കുകയാണ്. നമ്മളൊരു 5-6 മാസമല്ലേ? 5-6 മാസമായി. ഓക്കെ, ഭംഗിയാണേ. ഹായ്, ഒരു 1.5 ഹോട്ടലാണേ. കാഞ്ഞങ്ങാട് ടോപ്പ് ഹോട്ടൽ തന്നെയല്ലേ ബ്രോ? കാഞ്ഞങ്ങാടി തന്നെയല്ലേ ടോപ്പ് ഹോട്ടൽ? ഏറ്റവും ഇതായിട്ടുള്ള ഹോട്ടൽ കേട്ടോ. 2000 നൈസാട്ടാ. നല്ല ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിന് റൂമെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ താമസിക്കുന്ന കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ ഒരു ആവശ്യമുണ്ട്. ഈ ലേഡീസെല്ലാം ഇങ്ങനെ ഈ പിന്നെ തുണികൾക്ക് എംബ്രോയിഡറി ഇങ്ങനെ വർക്ക് ചെയ്യുന്നില്ലേ, അതിൻ്റെ ഒരു സംഭവം ഉണ്ട് എൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ അതിൻ്റെ മെഷീനും കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കുറേ ആൾക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനം തോന്നുന്നു. അപ്പോൾ തീർച്ചയായും നാളെ കാണിക്കാതെ ലേഡീസെല്ലാം അത് എങ്ങനത്തെ തൊഴിലെടുക്കുന്നവർക്കെല്ലാം ആ മെഷീൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉപകാരപ്പെടുന്നു തോന്നുന്നു. നമുക്ക് നാളെ എന്തായാലും അത് കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ നിന്നിയാട്ടോ. അതൊന്ന് എടുക്കേണ്ടതുകൊണ്ട് നിന്നിയാണ്. അവർ കുറേ നാളെ നമ്മൾ വിളിച്ചുകൊണ്ടുണ്ട്. ബാ, ഈ ഹോട്ടലിൽ നമ്മളൊരിക്കൽ വന്നപ്പോൾ സീമായ, രാണി ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. ഓ ബ്രോ, ഇത് ക്ലോസാ? അപ്പുറത്തെ ആളുണ്ടാ? ഇല്ല, ഒരേ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ. സെയിം. കഴിഞ്ഞെല്ലാം വന്നേരം മോൻ ഈ വറാന്തേന്ന് കുറച്ച് കളിച്ച് എന്നിട്ട് ആടെ ഇപ്പം പോയി നോക്കൂ തുറന്നിട്ട്. അതെ, ഋഷിക്ക് നടന്നിട്ടില്ല, മുട്ടുകുത്തി പോയാല. നല്ല റൂം വേണ്ട. കവി ഡോർ അടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ പുറത്തേക്കണ്ടേ, ഇതൊരു നല്ലൊരു നിങ്ങൾക്ക് പകല് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് അങ്ങ് ദൂരത്തില് ഇടുന്ന് താഴേക്ക് ഇട്ടിരുന്നു അല്ലേ? എൻ്റെ അമ്മോ, താലോട്ട് കാണാൻ കഴിയില്ല കേട്ടോ. അത്രയൊക്കെ താഴെ പേടിയാവും ശരിക്കും കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ കാഞ്ഞങ്ങാടുള്ള ഈ മുറിയിലാണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത്. രാവിലെ നമ്മൾ അവിടത്തേക്ക് പോവും. അവിടെ പോയിട്ട് നമ്മൾ അടുത്തൊന്ന് എടുത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുക. കവി ഒരു ചായ വെക്കുന്ന പരിപാടിയിലുണ്ടോ? ചായ സാധനമുണ്ട്.
ചായക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ വെറുതെ ചോദിച്ചാണ് ഉണ്ടോന്ന്. യശോദേച്ചിനും കുമാരാട്ടിൻ്റെ എടുക്കാനാണ് മെയിനായിട്ട് നമ്മൾ അതെടുക്കുന്നത്. വെച്ചാൽ ഇനി മുതൽ സിനിമേൻ്റെ ഒരു രൂപത്തിലായിരിക്കും നമ്മളെ യശോദേച്ചി കുമാരാട്ടിലും വരിക. കുറേ നാളായി വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണേ. യശോദേച്ചി വല്ലാണ്ട് മെലിഞ്ഞിനെ. യശോദേച്ചി മെലിഞ്ഞല്ലാന്ന് വരും. ഇനിയിപ്പോ ഷോർട്ട് ഫിലിമില് അത് യശോദേച്ചി ജിമ്മൊക്കെ പോയിട്ട് തടി കുറച്ചത് പറയാം. അല്ല, ആരെല്ലോ ചോദിക്കുന്നുണ്ട് കവി നല്ലോണം മെലിഞ്ഞിനല്ലോ ചോദിച്ചോണ്ടുണ്ട്. ഒരു ദിവസം കവി ചെയ്യുന്ന എക്സസൈസ് അതുപോലെ തന്നെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിരിക്കുന്നത്. രവി അമ്മയെ കുറച്ചെൻ്റെ വിളിക്കാം. അപ്പോൾ ഇന്നൊരു ദിവസം നമുക്കത് ചെയ്യാനിരിക്കുന്നത്. കവി നല്ലോണം മെലിഞ്ഞ ഈ കുറച്ച് തടിയുള്ളവർ ഒന്ന് മെലിയുന്ന സമയത്ത് പറഞ്ഞാൽ പല്ലെല്ലാം കുറച്ച് കൂടി ഇതാവും. പക്ഷേ പല്ലിനോള് ക്ലിപ്പ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് എനക്കും അമ്മക്കും ഭയങ്കര വിഷമായിട്ടുള്ളത് ഇവളെ കാണുമ്പോൾ നമുക്കാണ് ഏറ്റവും വിഷമം. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് എന്താണ് ഇങ്ങനെ നിന്നാണ്ടിക്കുന്നത് അറിയില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ മെലിയുമ്പോ എന്താ കാരണം എന്ന് വിചാരിക്കൂലേ. അതാണ് അതുകൊണ്ട് അപ്പോ പെട്ടെന്നല്ലേ 2-3 മാസത്തെ ഒരു ട്രെയിനിങ് ആണ്. പക്ഷെ വലിയ ഒഴിവാക്കിയിരുന്നില്ല കേട്ടോ. മധുരങ്ങൾ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. മൈദ പിന്നെ ഓയിൽ ഇങ്ങനത്തത് ഒഴിവാക്കി പിന്നെ ചോറ് ക്വാണ്ടിറ്റി കുറച്ചിട്ട് കഴിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം കുറച്ച് എക്സസൈസ്. അപ്പൊ നമുക്കൊരു ചെറിയ വീഡിയോയില് ചെയ്യുന്നതും കഴിക്കുന്നതെല്ലാം കാണിക്കുക. അപ്പോൾ ഞാനും കുറച്ചാളായിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്. എനിക്കൊരു 2-3 കിലോ കൂടീന്. ഇതേ സാധനം തന്നെ ഞാൻ ചെയ്യുന്നു. പക്ഷെ എനിക്ക് നേരെ തിരിച്ചിട്ട് സംഭവിച്ചത്. നമ്മൾ മധുരവും അതുപോലെ തന്നെ മൈദയും എണ്ണ കവിക്ക് നല്ല വ്യത്യാസമുണ്ട്. മുഖമെല്ലാം ഒട്ടി. നമുക്ക് എന്താ പറയുക, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കവി വതി തിന്നോ നല്ലോണം തിന്ന് എന്നെല്ലാം പറയും. പക്ഷേ എങ്കിൽ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ എങ്കിൽ ഇനി മെലിയുണ്ട് കേട്ടോ. ഇല്ല, ഞാൻ മെലിയാൻ വേണ്ടി ഇതൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ. പക്ഷേ മധുരം മൈദ ഒന്നും കഴിക്കുന്നില്ല. അത് കഴിച്ചാലാണ് തടി വരുക. കഴിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഒരാളെ മുഖത്തുമില്ലേ നമ്മളൊരു കാണിസ്ഥിരം കാണുന്നൊരു ഇതില്ലേ. അപ്പോൾ അത് പെട്ടെന്ന് പോകുമ്പോൾ ആൾക്കാർക്ക് നല്ല തിരിയും. നമുക്കല്ല തിരിയും, നമ്മളെ കാട്ടി പുറത്തുനിന്ന് കാണുന്നവർക്ക് തിരിയാം. പക്ഷേ തടി നല്ല തടിയാണെങ്കിൽ കുഴപ്പമില്ല ചേട്ടാ. ഈ മൈദ ഷുഗർ തിന്നിട്ട് വരുന്ന തടി രോഗം കൊണ്ടുവരുന്നതല്ലേ. അതുകൊണ്ട് അത് വേണ്ട അച്ഛന് വെച്ച്. അങ്ങനെ ചെറിയ തടിയല്ല, ചെറിയ തടി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ തടിയിലൊന്നും കാര്യമൊന്നുമില്ല. എലിഞ്ഞാലും ആരോഗ്യകരമായിട്ട് തടി വരുന്നത് ഭക്ഷണം അത് കഴിച്ചിട്ട് വരുത്തുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ എത്ര കിലോ ഉണ്ട്? ഇപ്പൊ 55-20. 55 കിലോ ആയി. എത്രയുണ്ട് ആദ്യം? 65. 10 കിലോ നമ്മളെ ഇനി കുറയല്ലേ. കിടക്കാനാകുമ്പോ ഒരിക്കലും ഭക്ഷണം കഴിക്കാറ് ഒരു 3-4 മണിക്കൂർ മുമ്പേ ഭക്ഷണം കഴിച്ച് കിടക്കാനാകുമ്പോ ജീർണാവണമെന്നാ പറയാ. അപ്പോൾ നമുക്ക് ഹൈറ്റിക്ക് നോക്കി ഇതൊക്കെ വീണല്ലോ മോനെ. മഞ്ചാക്കനാണ് എന്നാത് ലൈറ്റ് എത്തുന്ന കണ്ണാടി ലൈറ്റ് ഓഫ് ആവും ഉണ്ടാവും. അത് രണ്ടാളും കിടന്നിട്ട് ഷൂട്ടിന് ഇപ്പുറം കിടന്നിട്ടുണ്ട്, അമ്മ അപ്പുറം കിടന്നു. അപ്പോൾ നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. പോയി അവിടുന്ന് ക്യാമറ എടുത്തു. ഇനിയിപ്പോൾ അത് പൊളിച്ച് നോക്കുന്ന ഒരു സമാധാനമില്ല, പൊളിക്കണം. നമുക്ക് പുതിയത് കഴിച്ച് കിട്ടുന്നില്ല. അത് ഊരിയായാലും എന്തെല്ലാം നോക്കാനൊരു ആകാംക്ഷയായിരിക്കും. അതിപ്പോ ഒരു പുതിയ കുപ്പായം മേടിച്ചാലോ ഒരു ഇട്ട് നോക്കുമ്പോൾ ഒരു എങ്ങനെയുണ്ട് ആ ഒരു രൂപ തന്നെ. പുതിയ വിശേഷമായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.